കണ്ണൂരിൽ മൂന്നാം റൗണ്ട് കഴിയുമ്പോഴും UDF ലീഡ് നിലനിർത്തുന്നു. 2422 വോട്ടിന്റെ ലീഡ്. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ PK നവാസ് തൃശൂർ മണ്ഡലത്തിൽ 13 സീറ്റ്, തൃശൂർ മണ്ഡലങ്ങളിൽ 13 സീറ്റ്, 4 എണ്ണത്തിൽ UDF, 9 എണ്ണത്തിൽ ഏറ്റുമാനൂരിൽ UDF ലീഡ് 9483 വോട്ടിനാണ്. താഴേക്ക് പോയിരിക്കുന്നു. ഏറെ നാളിനു ശേഷം കഴിഞ്ഞ തവണ പ്രിൻസ് ലൂക്കോസിനെ പരാജയപ്പെടുത്തി 14,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ VN വാസവന് ഇക്കുറി അടിപതറുന്നു. കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ അവസരത്തിൽ നാട്ടകം മുന്നേറ്റം അരുവിക്കരയിൽ LDF-ന്റെ മുന്നേറ്റം എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ മുന്നേറ്റം നോക്കൂ. പട്ടാമ്പിയിൽ മൂന്നാം റൗണ്ടിലും UDF ആണ്. TP ഷാജി 320 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. TK ഗോവിന്ദൻ മുന്നിൽ. നേരത്തെ മുന്നിൽ വന്നിരുന്നു. മാവേലിക്കരയിൽ MS അരുൺകുമാർ ലീഡ് തിരിച്ചുപിടിച്ച് 821 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തളിപ്പറമ്പിന്റെ റിസൾട്ട് നമ്മൾ ഇങ്ങനെ വായിക്കണം. തളിപ്പറമ്പിൽ 974 വോട്ടുകൾക്ക് PK ശ്യാമള പിന്നിൽ. പേരാവൂരിൽ സണ്ണി ജോസഫിനെ പിന്നിലാക്കി KK ശൈലജ മുന്നിൽ. അതിന്റെ കൂടി ധർമ്മടം കൂടി ചേർത്ത് വായിച്ചോളൂ. KK ശൈലജ പേരാവൂരിൽ മുന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ. 3 റൗണ്ട് കഴിയുമ്പോൾ പിണറായി വിജയൻ പിന്നിലാണ്. KK രമ ലീഡ് ഉയർത്തുന്നു. 4795 വോട്ടുകളായിട്ട് ലീഡ് ഉയർത്തുന്നു. ഭാസ്കരൻ ചേട്ടനെ വടകരയിൽ കാണാനില്ല. കടുത്തുരുത്തിൽ UDF 7302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. രണ്ടാം റൗണ്ടിലും ലീഡ് നിലതുയരുന്നു. മുഹമ്മദ് റിയാസ് 4252 വോട്ടുകൾ. പയ്യന്നൂരിൽ LDF-ന്റെ ലീഡ് കുറയുന്നു. എന്തും സംഭവിക്കാം. TK ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ ലീഡ് കുറയുന്നു. LDF-ൽ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിച്ചു. മുന്നേറുകയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ആറന്മുളയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അബിൻ വർക്കിയുടെ ലീഡ് 3648 ഉയർന്നിരിക്കുന്നു. അബിൻ വർക്കി ഈസ് വർക്കിംഗ്. അബിൻ വർക്കി വർക്കായിരിക്കുന്നു. അബിൻ വർക്കിക്ക് ആശ്വസിക്കാം. 3648 വോട്ടിന് അബിൻ വർക്കി വർക്കായിരിക്കുന്നു. ഇപ്പോഴും VT ബൽറാം മുന്നിൽ തന്നെയാണ്. 1091 വോട്ടുകൾക്ക് മുന്നിലാണ് ബൽറാം. UDF-ന്റെ ശക്തി മേഖലയിലാണ് വോട്ടെണ്ണൽ. അപ്പോൾ ഇനി അത് ഉയരുകയാണ് ചെയ്യുന്നത്. 2000 വോട്ട് പ്രതീക്ഷിച്ചിരുന്നു ഈ റൗണ്ടിൽ, പക്ഷേ 1000 വോട്ടുകളേ ഉള്ളൂ. പുഞ്ഞാറിൽ LDF-ന്റെ ലീഡ് കുറയുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തിലെ ലീഡ് കുറയുന്നുണ്ട്. 129 വോട്ടായിരിക്കും. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 1837 വോട്ടായിട്ട് ലീഡ് നില ഉയർത്തുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ 1837 വോട്ടായിട്ട് ലീഡ് നില ഉയർത്തുന്നു. വടകരയിൽ 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ KK രമയ്ക്ക് 4795 വോട്ടിന്റെ ലീഡുണ്ട്. അതിനിടയിൽ UDF ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 89ലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. 48ലേക്ക് LDF-ഉം. അത് BJP-യിൽ നിന്ന് പിടിച്ചതാണ്. സജി ചെറിയാൻ ലീഡ് ഉയർത്തുന്നുണ്ട്. സജി ചെറിയാന്റെ ലീഡ് 1269. മുൻഷിയുടെ പ്രതികരണം വരുന്നു. UDF-ന്റെ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വിജയം എന്നുള്ളതാണ്. UDF-ന്റെ വിജയം കേരളത്തിലെ ജനങ്ങളുടെ വിജയം എന്ന് ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം വരുന്നു. ചാത്തന്നൂരിൽ ലീഡ് നില ഉയർത്തുന്നു. 207 വോട്ടായിട്ട് ചാത്തന്നൂരിൽ BJP മൂന്നാം സ്ഥാനത്ത്. അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. BJP മൂന്നാമത്. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ലീഡ് നില തിരിച്ചുപിടിക്കുന്നു. BJP പിന്നിലേക്ക് പോകുന്നു. ചാത്തന്നൂരിലും BJP പിന്നിലേക്ക് പോകുന്നു. LDF തിരിച്ചുപിടിക്കുന്നു. പാലക്കാട് BJP-യുടെ ലീഡ് കുറയുന്നു. കേരളത്തിൽ കോൺഗ്രസ് മാത്രം 57 സീറ്റിൽ ലീഡ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവയ്ക്കേണ്ട. കോൺഗ്രസ് മാത്രം ഒറ്റയ്ക്ക് 57 ഇടത്ത് ലീഡ് ഉയർത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 22 തകർന്നടിഞ്ഞു പോയ കോൺഗ്രസ് ഇക്കുറി വലിയ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും അസമിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ പോലും അസമിൽ കോൺഗ്രസ് ഇത്തവണ പിടിക്കാനായിട്ടില്ല. കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുമ്പോൾ അസമിൽ കോൺഗ്രസ് തകർന്നടിയുന്നതാണ് നമുക്ക് കാണുന്നത്. 29 സീറ്റിലേക്കാണ് കോൺഗ്രസ് ഇവിടെ എത്തുന്നത്. കുണ്ടറയിൽ UDF 4000-ലധികം വോട്ടുകളുടെ ലീഡുണ്ട്. ആറന്മുളയിൽ മൂന്നാം റൗണ്ടിൽ LDF 617 വോട്ടിന് ലീഡ് ചെയ്തിരുന്നു നേരത്തെ, അല്ലേ? 2021 ഈ സമയത്ത് അത്രയും വോട്ടുകൾക്ക് LDF മുന്നിലായിരുന്നു. ഇപ്പൊ പക്ഷെ 3000 വോട്ടിന് പിന്നിലാണ്. അതെ. എറണാകുളത്ത് UDF-ന്റെ ലീഡ് 7470 കഴിഞ്ഞിരിക്കുന്നു. TJ വിനോദ്. കുന്നംകുളത്ത് AC മൊയ്തീൻ 1074 വോട്ടിന് ലീഡ്. കായംകുളത്ത് 4-ാം റൗണ്ടിൽ 553 വോട്ടായിട്ട് കായംകുളത്ത് ലിജുവിന്റെ ലീഡ് കുറയുന്നു. ചവറയിൽ ഷിബു ബേബി ജോൺ കുതിക്കുന്നു. 6805 വോട്ടിന്റെ ലീഡ്.